പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 19-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 8 വേഴ്സ് 26 നാം ഇപ്രകാരം വായിക്കുന്നു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ധ്യാന പ്രസംഗങ്ങൾ, വചന പ്രഘോഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നുമല്ല ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നാം കാണുന്നു, ഫിലിപ്പോസ് വളരെ ശക്തമായി സുവിശേഷ വേല ചെയ്യുന്നു. നമുക്കറിയാം, സ്തേഫാനോസിനെ കൊന്നു കഴിഞ്ഞ് ആകമാനം പ്രതികൂലത്തിന്റെ കാറ്റ് വിതയ്ക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ശമരിയയിൽ ഫിലിപ്പോസ് എത്തുകയും അതിശക്തമായ വചനം പ്രഘോഷിക്കുകയും രോഗസൗഖ്യം, അതുപോലെ തന്നെ പൈശാചിക ബന്ധനങ്ങൾ, ഇവയിൽ നിന്നൊക്കെ അനേകർ വിടുതൽ പ്രാപിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫിലിപ്പോസ് ആത്മനിറവിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയം. ഇതാ സ്വയം മഹാൻ എന്ന് വിലയിരുത്തിക്കൊണ്ട് ശിമോൻ എന്ന് പേരുള്ളവൻ ആഭിചാരം ചെയ്ത് ഇതാ ശമര്യ പ്രദേശത്തെയും ജനത്തെയും ഭ്രമിപ്പിച്ചു. എന്നാൽ ആ ശിമോൻ പോലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് കർത്താവിനെ അംഗീകരിക്കുവാൻ ഇടയായി. അങ്ങനെ യെരുശലേമിലെ സഭ വിവരമറിയുന്നു, ശമരിയിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ ശക്തമാകുന്നു. അങ്ങനെ ഫിലിപ്പോസ് അതിശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചല്ല ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതെ, കത്തി ജ്വലിച്ച് ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ജനത്തിന്റെ ഇടയിൽ നിന്നും നീ പോകേണ്ടത് നിർജ്ജനമായ ഒരു പ്രദേശത്തോടാണ്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും സുവിശേഷകരായിരിക്കാം, സഭാ ശുശ്രൂഷകരുമായിരിക്കാം. നമുക്ക് എന്തു തോന്നും? ഞാൻ ഇത്രയും ശുശ്രൂഷയിൽ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ ഞാനൊരു നിർജ്ജന പ്രദേശത്ത് പോകുക, ഞാനോ? എന്നോട് തന്നെയാണോ പറഞ്ഞത്? ഞാൻ പോവുകയില്ല. നമുക്കറിയാം, മെയ് ജൂൺ മാസങ്ങളൊക്കെ സഭാ ശുശ്രൂഷകരുടെ സ്ഥലം മാറ്റ സമയങ്ങളാണല്ലോ. നമുക്ക് യോഗ്യവും അനുയോജ്യവും നമുക്ക് വേണ്ടതായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഫെസിലിറ്റീസ് ഒക്കെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അടങ്ങിയ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനാരെയൊക്കെ ചെന്ന് കണ്ട് സ്വാധീനിക്കാമോ അവയൊക്കെ ചെയ്യുന്നു. ഓർക്കണം, അങ്ങനെ പോകുന്ന ഇന്നത്തെ ക്രൈസ്തവ സുവിശേഷ ദൈവജനത്തിന്റെ മധ്യയിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് പ്രസക്തിയുണ്ട്. ഞാനും നിങ്ങളും എവിടെ എങ്ങനെ ആയി നിന്നാലും
കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കണം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഫിലിപ്പോസ് അതുപോലെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് മഹാനും എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനുമായ ഇതാ ആ വലിയ മനുഷ്യനെ കാണുവാനും അദ്ദേഹത്തോട് ചേർന്ന് നടക്കുവാനും വചനം പൊരുൾ തിരിക്കുവാനും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാനും ഒരു വിധത്തിൽ പറഞ്ഞാൽ എത്യോപ്യ രാജ്യത്തെ ആദ്യത്തെ സുവിശേഷകനായി ഒരു ദൈവ പൈതലായി നിയോഗിപ്പാൻ ഫിലിപ്പോസിന് ദൈവം ഒരു വലിയ പദവി കൊടുത്തത് ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഇത്രയും ശോഭിച്ചു നിൽക്കുന്നത് കർത്താവെ അവിടുന്ന് അറിയുന്നില്ലയോ? ആഭിചാരം ചെയ്ത ശിമോൻ പോലും ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന സഭയിലാണ്. എന്നിട്ട് എന്നോടാണോ പറയുന്നത് നിർജ്ജനമായ ദേശത്ത് പോകുവാൻ? എനിക്ക് ഇവിടെ ഒത്തിരി വേലയുണ്ട്, ഒത്തിരി ശുശ്രൂഷയുണ്ട്, എന്റെ ഒത്തിരി കുഞ്ഞാടുകളുണ്ട്, അവരെ ഞാൻ പാലിക്കണ്ടേ? ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിപരീതമായി ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കാത്തത്? ശുശ്രൂഷകൾ അത് വേണ്ടവണ്ണം ഫ്ലറിഷ് ആവാത്തത്? അതിന്റെ കാരണം ദൈവം പറയുന്നത് അനുസരിക്കാതെ സ്വന്തം ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിനെ അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകുന്നു. എന്നിട്ട് അത് ദൈവഹിതമാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ആര് മാറാൻ തയ്യാറാകുന്നോ അവരെ, ആ ശുശ്രൂഷയെ, ആ സഭയെ ദൈവം അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചിന്ത, ഗുണപാഠം, കർത്താവ് നമ്മളോട് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരിക്കാം. നമ്മുടെ കണ്ണിന് മുമ്പിൽ, നമ്മുടെ ചിന്തയിൽ അതൊരു പക്ഷേ വളരെ ലളിതമായിരിക്കാം. നാം പണിതുയർത്തിയിരിക്കുന്ന, നാം ആരൊക്കെയോ ആണെന്ന് സ്വയം ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതായിരിക്കത്തില്ല. അത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയേക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് തരാത്ത ഒരു സ്റ്റാറ്റസും നമുക്കില്ല, ഒരു പ്രസ്റ്റീജും നമുക്കില്ല, ഒരു മഹത്വവും നമുക്കില്ല. കർത്താവ് ഇന്ന് നമ്മളോട് നമ്മുടെ കണ്ണിന് മുമ്പിൽ, നമ്മുടെ ചിന്തകൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലഘുവെന്നും ചെറുതെന്നും നിസാരമെന്നും തോന്നിയത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ഉയർത്തുവാൻ, നമ്മളെ വളർത്തുവാൻ, നമുക്ക് വേണ്ടി വലിയതൊന്ന് ദൈവം ഒരുക്കി വെച്ചിട്ടാണ് തമ്പുരാൻ പറയുന്നത്, മകനെ, മകളെ, നീ ഇത് ചെയ്യ്, ഇത് അനുസരിക്ക്, നീ അങ്ങോട്ട് പോ, ഇവിടെ പോകരുത്. അതുപോലെ സ്വീകരിച്ച് അനുസരിച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നമുക്കറിയാം ഗേഹസിയുടെ അവസ്ഥ. തകർന്നുപോയി, ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു. പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകനോട് കള്ളം പറഞ്ഞു. ഈ ഗേഹസിയുടെ അവസ്ഥയ്ക്ക് കാരണമായി തീർന്ന അരാം രാജ്യത്തിന്റെ സൈന്യാധിപൻ എന്താണ് സംഭവിച്ചത്? പ്രവാചകനോട് പറയുകയാണ്, ഈ ചെറിയ നദിയായ യോർദാൻ നദിയിൽ ഞാൻ പോയി 7 പ്രാവശ്യം മുങ്ങാനോ? ഞങ്ങളുടെ നാട്ടിൽ അബാനയുണ്ട്, പർപ്പരുണ്ട്, പേരുകേട്ട നദികളുണ്ട്, ഞാനിവിടെ മുങ്ങാനോ? അതെ, പലപ്പോഴും നമുക്ക് പേര് കേൾക്കുന്നതിലാണ് പ്രാമുഖ്യം. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, ഒട്ടും സംശയിച്ചു നിൽക്കാതെ പ്രാർത്ഥനാപൂർവം സ്വീകരിച്ച് അതനുസരിക്കുക. നിശ്ചയമായും അനുഗ്രഹമായി തീരും.
അത്ഭുതമായി തീരും. വലിയ വിടുതലിനും മാന്യതയ്ക്കും വളർച്ചയ്ക്കും നന്മയ്ക്കും കാരണമായി തീരും. അതാണ് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് 27 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വചനത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ബുധനാഴ്ച ദിവസം രാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആലോചന ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിച്ച് നന്മകൾ പ്രാപിക്കുവാൻ, ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ആ വലിയ ശുശ്രൂഷ അനുഗ്രഹം സ്വീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും സജ്ജരാക്കുകയും ചെയ്യട്ടെ. ആയതിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ വിളങ്ങി ശോഭിച്ചിരുന്ന ഫിലിപ്പോസിനോട് ഏകാന്തമായ നിർജ്ജനമായ പ്രദേശത്ത് പോകുവാൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചത് കൊണ്ട് എത്യോപ്യ രാജ്യത്തിന്റെ മഹാനെ കർത്താവിന് വേണ്ടി നേടുവാൻ ഇടയായ അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തും നന്മയ്ക്കും ഉയർച്ചയ്ക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കും വേണ്ടി ദൈവിക ആലോചന ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. ഈ വചനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ വചനം നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ സകല നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. God bless you all.